ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷിന്റെ കല്യാണത്തിന് വേണ്ടി നിധിയാണ് മുൻകൈ എടുക്കുന്നത്. മാട്രിമോണിയലിൽ കൊടുക്കാനും പെണ്ണു കാണാനും ഫോൺ നമ്പർ വാങ്ങി അവർക്ക് തമ്മിൽ കൂടുതൽ അടുപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതും ഇപ്പോഴത്തെ അമ്പലത്തിൽ വരെ സുധീഷിനെ കൊണ്ട് ശയന പ്രദക്ഷിണം ചെയ്യിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾ വാഴാത്ത വീട്ടിൽ ഒരു പെണ്ണിനെയെങ്കിലും കൊണ്ടുവരണമെന്ന വാശിയിലാണ് നിധി. ഇതൊരു ഇതൊന്നും നിധിയുടെ ഏടത്തി സാന്ദ്രയ്ക്ക് ഇഷ്ടമാകുന്നില്ല. പിന്നീട് നികേഷും നിധിയും കൂടി അമ്പലത്തിൽ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ച് സുധീഷ് ശയന പ്രദക്ഷിണം ചെയ്യുന്നു. നിധി സുധീഷിനോട് പറയുന്നത് അമ്പലം മുഴുവനും ചുറ്റി വരണം, ശയന പ്രദക്ഷിണം എന്നാ ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഫുൾ റൗണ്ട്? യെസ്, പ്രദക്ഷിണ വഴി മുഴുവൻ എന്ന് നിധി പറയുന്നു. അത് പറയുമ്പോൾ നികേഷിന് ചിരി വരുന്നുണ്ട്. പാവം സുധീഷ്, നല്ല ഒരു പണിഷ്മെന്റ് തന്നെയാണ് നിധി കൊടുത്തത്. പിന്നീട് ജ്യോതി സുഭാഷിനെ വിളിക്കുന്നുണ്ട്. സുഖം തന്നെയല്ലേ എന്ന് സുഭാഷിന്റെ ചോദ്യത്തിന് എനിക്ക് സുഖം തന്നെ, നിങ്ങൾക്കോ എന്ന് ചോദിക്കുന്നു. ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം ശയന പ്രദക്ഷിണം കഴിഞ്ഞ് ക്ഷീണിതനായി ഇരിക്കുന്ന സുധീഷിനെ നികേഷും നിധിയും കൂടി പിടിച്ചിരുത്തുന്നുണ്ട്. ഇയാൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല, ജോലി കിട്ടിയില്ല, അത് എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാ ഞാൻ കിടന്നുരുണ്ടത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് അമ്പലത്തിൽ നിധിയും നികേഷും പ്രദക്ഷിണം വെക്കുമ്പോൾ സുനന്ദയെ കാണുന്നു. ഇവിടത്തെ നാഗദൈവത്തിന് മുമ്പിൽ 7 ദിവസം മഞ്ഞൾ ഒഴിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും സാധിക്കുമെന്നാണ് പറയുന്നത്. നോക്കട്ടെ, അതല്ലാതെ എനിക്കെന്താ ചെയ്യാൻ കഴിയുക എന്ന് നിസ്സംഗതയോടെ കരഞ്ഞു പറയുന്ന സുനന്ദയെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.